കാനഡയിൽ ജോലി, വർക്ക് വിസ, ഫാം ജോബ്, ആപ്പിൾ പറിക്കാം, വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ല എന്നൊക്കെ പരസ്യങ്ങൾ കാണുമ്പോൾ അറിഞ്ഞിരിക്കുക. ഭൂരിഭാഗം ആളുകൾക്കും കുടിയേറാൻ താല്പര്യമുള്ള രാജ്യങ്ങളിലൊന്നാണ് കാനഡ. കാരണം ജോലി സാധ്യത, ജീവിത സൗകര്യം, ആനുകൂല്യങ്ങൾ എന്നിവയാണ്. കുട്ടികളുടെ സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യ മെഡിക്കൽ, കൂടാതെ എല്ലാം കൊണ്ടും സമാധാനപരമായ അന്തരീക്ഷം എന്നിവയാണ് കാനഡയെ കൂടുതൽ ആകർഷകമാക്കുന്നത്. ഇനി കാനഡയിൽ എങ്ങനെ എത്തിച്ചേരാമെന്ന് നോക്കാം. കാനഡയിലേക്ക് വരാൻ 2 മാർഗങ്ങളാണ് പൊതുവായി ഉപയോഗിക്കുന്നത്. അതിലൊന്നാമത് PR നേടുക, രണ്ടാമത് ഹയർ സ്റ്റഡീസ്, കൂടാതെ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന ഒരു വഴി കൂടിയുണ്ട്. PRന് സ്കിൽഡ് മൈഗ്രേഷൻ എന്നും പറയും. അതിന് 2 വഴികളുണ്ട്: എക്സ്പ്രസ് എൻട്രി ആൻഡ് PNT. ഇതിനായി മൈഗ്രേറ്റ് ചെയ്യേണ്ടവർക്ക് എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ഏജ്, IELTS എന്നിവ അത്യാവശ്യമാണ്. ഇതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളവർക്ക് മുൻഗണനയിൽ മൈഗ്രേറ്റ് ചെയ്യാം. എന്താണ് സ്റ്റുഡൻറ് വിസ എന്നറിയണ്ടേ? പുതിയ നിയമമനുസരിച്ച് SDS കാറ്റഗറിയിൽ ഇന്ത്യക്കാർക്ക് സ്റ്റഡി വിസ ചെയ്യാം. 2 വർഷം പഠനശേഷം 3 വർഷം കൂടി കാനഡയിൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് നേടി ജോലി ചെയ്യാനും PRന് അപേക്ഷിക്കാനും സാധിക്കും. ഗൾഫിൽ പോകുന്ന പോലെ ജോലിക്ക് കാനഡയിലെത്താമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന് തന്നെ പറയാം. കാനഡയിൽ ടെമ്പററി വർക്ക് പെർമിറ്റ് ലഭിക്കുന്നത് വളരെ പ്രയാസകരമായ ഒന്നാണ്. ധാരാളം ആളുകൾ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. എന്താണ് LMIA എന്ന് നോക്കാം. ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന കാനഡ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു എംപ്ലോയർ തനിക്ക് ആവശ്യമായ ഒരു തൊഴിലാളിയെ കാനഡയിൽ നിന്നും കണ്ടെത്താൻ സാധിക്കാത്ത പക്ഷം ടെമ്പററി ഫോറിൻ വർക്ക് വിസ അനുവദിക്കാനുള്ള അംഗീകാരം നൽകുന്നു. എന്നാൽ ഇതൊരു കാനഡ പൗരനോ PR നേടിയ ആളെയോ ലഭിക്കുന്നില്ല എന്ന് എംപ്ലോയർ തെളിയിക്കണം. ഉദാഹരണത്തിന്, ഒരു മലബാർ റെസ്റ്റോറൻറ്റ് തുടങ്ങിയ എംപ്ലോയർക്ക് കോഴിക്കോട് ബിരിയാണി വയ്ക്കാൻ കുക്കിനെ ആവശ്യം വന്നാൽ അയാൾക്ക് കാനഡയിൽ തപ്പി കിട്ടിയില്ലെങ്കിൽ കോഴിക്കോട് നിന്ന് കൊണ്ടുവരാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം: കാനഡയിൽ ആപ്പിൾ പറിക്കാം, പശുവിനെ നോക്കാം, ഫാമിൽ പണിയുണ്ട്, വർക്ക് പെർമിറ്റ് കിട്ടും എന്നൊക്കെ കേൾക്കുമ്പോൾ ചാടി ഇറങ്ങരുത്. അവിടെ പണി കാനഡയിലല്ല, നിങ്ങൾക്ക് കിട്ടാനാണ് സാധ്യത. വിദ്യാഭ്യാസ യോഗ്യതയും എക്സ്പീരിയൻസും കൂടാതെ നല്ല ഇംഗ്ലീഷോ ഫ്രഞ്ചോ ഉള്ളവരെ മാത്രം മതി കാനഡയ്ക്ക്. ഇനി PRന് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. കാനഡ ഇമിഗ്രേഷൻ റെഗുലേറ്ററി കൗൺസിലിൻ്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ വഴിയും ഏജന്റ് വഴിയും കാനഡയിലേക്കുള്ള PRന് പ്രോസസ്സ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടുക.